അൺബോക്സ് ചെയ്താലോ? ഇത് വന്നിട്ട് നൈക്കേൻ്റെ ലക്ഷറി സ്റ്റോർ. അങ്ങനെ ലക്ഷറിയസ് ആയിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. എനിക്കൊന്ന് 500 രൂപേൻ്റെ മേലെ എന്തും ലക്ഷറി ആയിരിക്കണം. ഷവർ ജെല്ലാണ് കേട്ടോ. നൈസ്. ആ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര സറ്റലായിട്ടുള്ള ഒരു നല്ല അടിപൊളി ലാവൻഡർ സ്മെൽ. ഇത് ഞാൻ പ്രൊനൗൺസ് ചെയ്തിട്ടുണ്ട്, എന്തായാലും തെറ്റിപ്പോവും. അപ്പോൾ ഞാൻ ആ റിസ്ക് എടുക്കുന്നില്ല. ഇൻസ്റ്റാഗ്രാം മൊത്തം ഈ ഒരു ലിപ് ബാമാണ്. ഞാൻ എൻ്റെ ചെറുതാണ് കേട്ടോ ഓർഡർ ചെയ്ത്. ഇത് ലിപ്പ് മാസ്ക് ആണ്. ഇതേ നമ്മുടെ ബ്ലെൻഡറാണ്. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ ഒരു സാധനം കൂടെ വരും. ആ സാധനത്തിന് ഉപയോഗം ഉണ്ടാവില്ല, ബ്ലെൻഡർ വളരെ ഉപകാരിയാണ്. പിന്നെ ഇത് വന്നിട്ട് ഫേസ് സ്കാനയുടെ തന്നെ ഈ ഐബ്രോ എഴുതില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള സ്പൂലി. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അടിപൊളി സാധനം. 100 150 അതിൻ്റെ ഉള്ളിലേ വന്നിട്ടുള്ളൂ. മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന ഒരു ക്ലെൻസർ, ഡെയിലി യൂസ് ചെയ്യുന്ന ഫോക്സ്റ്റൈലിൻ്റെ ക്ലെൻസറാണ് ഇത്. ഫോക്സ്റ്റൈലിൻ്റെ ലിപ് ബാമാണ്. എൻ്റെ അടുത്ത് ഒരുപാട് ലിപ് ബാം ഉണ്ട്. എനിക്ക് തന്നെ തോന്നാറുണ്ട് ഞാൻ എന്തിനാ പക്ഷെ അതൊരു വീക്ക്നെസ്സായി. ലിപ്സ്റ്റിക്കിനെ കഴിഞ്ഞും ഒരു വീക്ക്നെസ്സാണ് ഈ ലിപ് ബാം വാങ്ങിക്കൂട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ബ്രൈറ്റനിങ് ലിപ് ബാമാണ്. SPF 30 വരുന്നുണ്ട്. ഏറ്റവും അധികം പ്രാവശ്യം ഒരു ലിപ്സ്റ്റിക്ക്, ഒരു ഷെയ്ഡ് റിപ്പീറ്റ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഷെയ്ഡാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് അൺബോക്സിങ്. എന്നാൽ ഞാനിതൊക്കെ പെറുക്കി വെക്കട്ടെ കേട്ടോ.